ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള 4 മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ ചട്ടിയിൽ തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒരു 3 ഏലക്കായും 2 പട്ടയും അതുപോലെ 3 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു 10 അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം അതൊന്ന് തുറന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആ മസാലയിലുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മളിത് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനുണ്ട്. ഒന്നും കൂടി നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ ഒരു 15 മിനിറ്റിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഇതേ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതൊന്ന് ചൂടാറി വരണം കേട്ടോ. അത് നന്നായിട്ടൊന്ന് ചൂടാറി വന്നതിന് ശേഷം അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് ഒക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരക്കുന്നതിന് മുമ്പ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഏലക്കായ പട്ട ഗ്രാമ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് അതിൽ നിന്ന് എടുത്തു മാറ്റണം. എന്നിട്ട് വേണം നമ്മളത് അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ടതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കൊരു
കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം അതാ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ നോക്കിയ സമയത്ത് ഉപ്പ് കറക്റ്റായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസൂരി മേത്തിയാണ് കേട്ടോ. ഞാനൊരു ടീസ്പൂൺ കസൂരി മേത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ഒരു ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ആ മുട്ടയിലെ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു 3-4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ മുട്ടക്കറിക്ക്. ഇനിയിപ്പോൾ ഫ്രഷ് ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ചൂടോട് കൂടിയുള്ള പാൽ ഒഴിച്ച് കൊടുത്താലും മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കറി റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന ചപ്പാത്തി, പൊറോട്ട, ദോശ എന്തിൻ്റെയും കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുകയും ചെയ്യണേ.